ചൈനീസ് നമ്മൾ പറയാൻ കാരണം എന്ന് വെച്ചാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ പിന്നുള്ളത് എവിടെയാണ്? ചൈനയിലാണ്. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ. മാത്രമല്ല മെജോറിറ്റി കമ്പനികളും എക്സ്പോർട്ടിന്റെയും ഇമ്പോർട്ടിന്റെയും കമ്പനികളും കൂടുതൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെ തന്നെയാണ്? ചൈനയിൽ തന്നെയാണ്. ഓക്കെ. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെയാണ് സ്പാനിഷ്. സ്പാനിഷ് വെറും സ്പെയിൻ മാത്രമല്ല സ്പാനിഷ് സംസാരിക്കുന്നത്. അങ്ങനെ ഒരു ധാരണ ഉണ്ടാകരുത്. പല ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും അവിടുത്തെ ഭാഷ എന്ന് പറയുന്നത് ഏതാണ്? സ്പാനിഷ് ആണ്. ബ്രസീൽ ആയിക്കോട്ടെ, ബൊളീവിയ ആയിക്കോട്ടെ, അവിടുത്തേക്ക് ഭാഷ എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? സ്പാനിഷ് ആണ്. കേട്ടോ. മൂന്നാമതാണ് ഇത് അറബിക്ക് വരുന്നത്. പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും അറേബ്യൻ രാജ്യങ്ങളിലും അതേപോലെ തന്നെയാണ് ഇസ്രയേൽ പോലത്തെ രാജ്യങ്ങളിലൊക്കെ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളൊക്കെ, ഗൾഫ് സ്പെഷ്യലി മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലൊക്കെ ഏതാണ് ഭാഷ? അറബിക്കാണ് വരുന്നത്. പിന്നീട് മാത്രമേ ഏതിന് സ്ഥാനം വരുന്നുള്ളൂ? ഇംഗ്ലീഷിന് സ്ഥാനം വരുന്നുള്ളൂ. അപ്പോൾ ഭാഷ എന്നുള്ളത് കൾച്ചറിന് വലിയൊരു ഘടകമാണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് ഉള്ളത് എന്താണ്? എസ്തെറ്റിക്സ് ആണ്. ഓക്കെ. എസ്തെറ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഇതിന് മലയാളം ഇപ്പം പറയാം. എസ്തെറ്റിക്സ്, യെസ്, എസ്തെറ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ നമുക്ക് എന്താ പറയാ, ബ്യൂട്ടി കോൺഷ്യസ് നമ്മൾ പറയില്ലേ, സൗന്ദര്യ ബോധം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. ഓക്കെ. കലകളോടും സിനിമകളോടൊക്കെ നമുക്കുള്ള താല്പര്യങ്ങൾ, അതേപോലെ തന്നെ പിന്നെ നമ്മൾ നന്നായി നടക്കണം എന്നുള്ള താല്പര്യം, അതായത് ബ്യൂട്ടി കോൺഷ്യസ്, സൗന്ദര്യ ബോധമൊക്കെ നമുക്ക് ഉണ്ടാകുക എന്നുള്ളതൊക്കെയാണ്. ഓക്കെ. യെസ്. അപ്പോൾ പിന്നെ ഈ ബ്യൂട്ടി കോൺസെപ്റ്റ് തീരില്ലാത്ത ഒരു ജനവിഭാഗത്തിലേക്ക് നമ്മൾ എന്താണ് ഈ പൗഡറും അതുപോലെ തന്നെ പിന്നെ ഈ സ്പ്രേയും അതേപോലെ തന്നെയാണ് ഷാമ്പൂ ഒക്കെ ആയിട്ട് പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ പിന്നെന്താണ് കൾച്ചറൽ ഹാബിറ്റ്സ്, സിനിമയോടും സീരിയലിനോടൊന്നും തീരെ താല്പര്യമില്ലാത്ത ആൾക്കാരിലേക്ക് നമ്മൾ മ്യൂസിക്കിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല. കേട്ടോ. അതുള്ളത്. പിന്നെ വരുന്നത് എഡ്യൂക്കേഷനാണ്. അതിനിടയിൽ മ്യൂസിക്കൽ ടെസ്റ്റ് എന്താണ്, ടേസ്റ്റുകളുണ്ട്. പക്ഷെ എന്താ പറയാ, എല്ലാ ആൾക്കാർക്കും മ്യൂസിക്കൽ ടേസ്റ്റ് ഉണ്ടാകണമെന്നില്ല. കേട്ടോ. എല്ലാവർക്കും ആൾക്കാർക്കും മ്യൂസിക്കൽ ടേസ്റ്റ് ഉണ്ടാകണമെന്നില്ല. മ്യൂസിക്കൽ ടേസ്റ്റുള്ള ആൾക്കാരെല്ലാം നല്ല കൺസ്യൂമർ ആകണം എന്നൊന്നുമില്ല. കേട്ടോ. ഓക്കെ. പിന്നെ എഡ്യൂക്കേഷൻ കൾച്ചറിന്റെ ഒരു ഭാഗമാണ്. ഓക്കെ. എത്ര കണ്ട് നമ്മൾ എഡ്യൂക്കേറ്റഡ് ആകുന്നു അത്ര കണ്ട് നമ്മളുടെ കൾച്ചർ എന്താവും? ഇംപ്രൂവ്ഡ് ആകും. അല്ലെങ്കിൽ ഇംപ്രൂവ്ഡ് ആകണം. കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷനെ കൊണ്ട് കാര്യമില്ല എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ. ഇനി മാർക്കറ്റ് സെലക്ഷന്റെ പ്രോസസ്സാണ് അടുത്ത പറയാൻ പോകുന്നത്. ഇത് ഷോർട്ടസ്റ്റ് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. എളുപ്പത്തിൽ ഞാനത് പറഞ്ഞുതരാം. എങ്ങനെയാണ് നമ്മളൊരു മാർക്കറ്റിനെ സെലക്ട് ചെയ്യുന്നത്, വിപണി എങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. ഓക്കെ. അല്ല, ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാർക്കറ്റ് ഡെഫിനിഷനാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? മാർക്കറ്റ് ഡെഫിനിഷനാണ്. എന്നുവെച്ചാൽ ഇന്റർനാഷണൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഹെട്രോജീനിയസ് ആണ്, ഏതല്ല? ഹോമോജീനിയസ് അല്ല. എന്താ ഹെട്രോജീനിയസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പലതരം ജനങ്ങളാണ്, പലതരം ആവശ്യങ്ങളാണ്, പലതരം ഉൽപ്പന്നങ്ങളാണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹെട്രോജീനിയസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൈവിധ്യം നിറഞ്ഞെന്ന് പറയില്ല, അതാണ് ഹെട്രോജീനിയസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേട്ടോ. ഓക്കെ. അപ്പോൾ പിന്നെന്താണ്, പലപ്പോഴും എന്താ പറയാ, കമ്പനികൾ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളാണെങ്കിൽ സിംഗിൾ പ്രോഡക്റ്റ് ആയിരിക്കും. കമ്പനി നിർമ്മിക്കുന്ന ഉൽപ്പന്നം എന്തായിരിക്കും? സിംഗിൾ പ്രോഡക്റ്റ് ആയിരിക്കും. ഓക്കെ. ഇപ്പൊ നിങ്ങൾ നോക്കാം, നമ്മളെ KCBയുടെ കേസിൽ KCB ഉൽപ്പാദിപ്പിക്കുന്ന എന്താണ്? സിംഗിൾ പ്രോഡക്റ്റ് അല്ലേ? ഇലക്ട്രിസിറ്റി അല്ലേ KCB ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ഓക്കെ. പക്ഷെ ഈ സിംഗിൾ പ്രോഡക്റ്റിനെ ഹെട്രോജീനിയസ് ആക്കി ആരും മാറ്റിയിട്ടുണ്ട്? KCB മാറ്റിയിട്ടുണ്ട്. എങ്ങനെയാ? വ്യവസായികൾക്ക് ആവശ്യമുള്ളത് കറണ്ടിനാണ്, അവർക്ക് മിഷൻ പ്രവർത്തിപ്പിക്കണം അല്ലെ? അതേസമയം നമ്മൾ ഗാർഹികമായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മൊബൈൽ ചാർജ് ചെയ്യാനും സിനിമ കാണാനും ഫാൻ ഇടാനൊക്കെയാണ് നമുക്ക് ഏത് ആവശ്യമുള്ളത്? കറണ്ട് ആവശ്യമുള്ളത്. ഓക്കെ. ഇവിടെ എന്താണ്, നമ്മൾ കൺസ്യൂമേഴ്സ് ആണ് ഇവിടെ എന്തായി മാറുന്നത്? ഹെട്രോജീനിയസ് ആയി മാറുന്നതെങ്കിൽ പോലും നമ്മളുടെ എല്ലാവരുടെയും നീഡ് എന്ന് പറയുന്നത് ഹോമോജീനിയസ് ആണ്. എല്ലാ ആൾക്കാർക്കും കറണ്ടാണ് ആവശ്യമുള്ളത് അല്ലെ? കൺസ്യൂമേഴ്സ് ഹെട്രോജീനിയസ് ആണെങ്കിൽ പോലും നീഡ്സ് എന്താണ്? ഹോമോജീനിയസ് ആണ്. നീഡ്സ് എന്താണ്? ഹോമോജീനിയസ് ആണ്. അതുകൊണ്ടാണ് KCBക്ക് എന്തില്ലാത്തത്? ബുദ്ധിമുട്ടില്ലാത്തത്. ഓക്കെ. ബുദ്ധിമുട്ടില്ലാത്ത എല്ലാ ആൾക്കാർക്കും എന്ത് കൊടുത്താൽ മതി? കറണ്ട് കൊടുത്താൽ മതി. ഒരുത്തിന് ഫാൻ ഇടാനാണ്, പക്ഷെങ്കിൽ വൈദ്യുതിയാണ് ആവശ്യമുള്ളത്. ഓക്കെ. മറ്റവന് AC ഓൺ ചെയ്യാനാണ്, പക്ഷെ വൈദ്യുതിയാണ് ആവശ്യമുള്ളത്. കസ്റ്റമർ ഹെട്രോജീനിയസ് ആണ്, പക്ഷെ നീഡ്സ് എന്താണ്? ഹോമോജീനിയസ് ആണ്. ഇതാണ് KCBനെ സംബന്ധിച്ചിട്ട് പറയാനുള്ളത്. ഓക്കെ. ഇനി ശ്രദ്ധിക്കാം, ഇവിടെ മാർക്കറ്റ് ഡെഫിനിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ഉപഭോക്താക്കളെ, അതായത് നമ്മളുടെ കൺസ്യൂമേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. കൃത്യമായ രൂപത്തിൽ നമ്മൾ കൺസ്യൂമേഴ്സിനെ മനസ്സിലാക്കുക. അതേപോലെ അവരുടെ നീഡ്സിനെയും വാണ്ട്സിനെയും കൃത്യമായ രൂപത്തിൽ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. അതാണ് ഏത് മാർക്കറ്റ് ഡെഫിനിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേട്ടോ. അപ്പോൾ മാർക്കറ്റ് ഡെഫിനിഷൻ മീൻസ്, വേണമെങ്കിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. മാർക്കറ്റ് നീഡ്സ് മീൻസ് scrutinizing the needs and wants of each customers, scrutinizing the needs and wants of each customers as well as customers.
സ്ക്രൂട്ടനൈസിങ് നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓഫ് ഈച്ച് കസ്റ്റമർ. ഓരോ കസ്റ്റമറുടെ നീഡ്സ് ആൻഡ് വാണ്ട്സും എന്താണ് മനസ്സിലാക്കുക. അതേപോലെ ആരെയും മനസ്സിലാക്കുക, ആസ് വെൽ ആസ് അതേപോലെ ആരെയും മനസ്സിലാക്കുക, കസ്റ്റമറെയും മനസ്സിലാക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മാർക്കറ്റ് ഡെഫിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് വരുന്നതാണ് ഇത് മാർക്കറ്റ് സെഗ്മെന്റേഷൻ. മാർക്കറ്റ് സെഗ്മെന്റേഷൻ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. എന്താ മാർക്കറ്റ് സെഗ്മെന്റേഷൻ? ടോട്ടൽ മാർക്കറ്റിന് ഏജിന്റെയോ സെക്സിന്റെയോ അല്ലെങ്കിൽ എന്താ പറയാ പിന്നെ യൂസേജിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം, ക്ലാസിഫിക്കേഷൻ നടത്താം കേട്ടോ. ക്ലാസിഫിക്കേഷൻ നടത്താം. ഇപ്പൊ ഒരു ചെരുപ്പ് വിപണിയാണെങ്കിൽ VKCയുടെയോ അല്ലെങ്കിൽ ഒഡീസിയുടെ ഒക്കെ നിങ്ങൾ ചെരുപ്പ് നോക്കാം. കുട്ടികൾക്കുള്ള ചെരുപ്പുണ്ടാകും, മുതിർന്നവർക്കുള്ള ചെരുപ്പുണ്ടാവും, മുതിർന്ന ആണുങ്ങൾക്കുള്ള ചെരുപ്പുണ്ടാവും, മുതിർന്ന സ്ത്രീകൾക്കൊക്കെ എന്തുണ്ടാവും, ചെരുപ്പുണ്ടാവും. സെഗ്മെന്റേഷൻ ആണ്. ടോട്ടൽ വിപണിയെ തന്നെ അവരെന്താണ് കുട്ടികളായി തിരിച്ചിട്ടുണ്ട്. കുട്ടികളിൽ തന്നെ ആൺകുട്ടികൾ, പെൺകുട്ടികൾ, മുതിർന്നവര് ആണ്, പെണ്ണ്, പ്രായമുള്ള ആൾക്കാരിൽ ആണ്, പെണ്ണ്, ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ ടോട്ടൽ വിപണിയെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ പിന്നെ എന്താ പറയാ ഡിവൈഡ് ചെയ്യാം. ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, അപ്പൊ അതിന് ചിലപ്പം ഏജിന്റെ അടിസ്ഥാനത്തിലായിരിക്കും, ചിലപ്പം സെക്സിന്റെ അടിസ്ഥാനത്തിലായിരിക്കും, ചിലപ്പം എന്താ പറയാ കളറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇങ്ങനെ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയയുടെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ലിംഗത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഉൽപ്പന്നങ്ങളെ അല്ലെങ്കിൽ ടോട്ടൽ മാർക്കറ്റിനെ നമ്മൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഇതിനാണ് നമ്മൾ ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മാർക്കറ്റ് സെഗ്മെന്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ സെഗ്മെന്റേഷൻ കൃത്യമായ രൂപത്തിൽ നടത്തുക എന്നുള്ളത് ഇറ്റ് ഈസ് എ ഗ്രേറ്റ് എഫേർട്ട്. ഇറ്റ് ഈസ് എ ബിഗ് ചാലഞ്ച് ടു എവരി കൺസേൺ. Segmenting the whole market in an effective manner is a crucial step for the survival of the firm. Moreover, it is a big effort to the concern. ഓക്കെ, അതൊരു കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യരുത്, വളരെയധികം നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഇനി മൂന്നാമത്തത് ഡിറ്റർമിനിങ് ദ മാർക്കറ്റ്. മൂന്നാമത്തേതാണ് ഡിറ്റർമിനിങ് ദ മാർക്കറ്റ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം പറഞ്ഞു നിങ്ങൾ എന്താണ് ജനങ്ങളുടെ ആവശ്യങ്ങളും ഉപഭോക്താക്കളെ മനസ്സിലാക്കുക, ഉപഭോക്താക്കളുടെ ആവശ്യങ്ങളെ കൃത്യമായ രൂപത്തിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പിൽ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ പറഞ്ഞത് ഇത്രയാണ്, നമ്മൾ ടോട്ടൽ മാർക്കറ്റിന് ഏജിന്റെയോ സെക്സിന്റെയോ ഇംഗത്തിന്റെയോ അല്ലെങ്കിൽ എന്താ പറയാ മറ്റേതെങ്കിലും അടിസ്ഥാനത്തിൽ നമ്മൾ ടോട്ടൽ മാർക്കറ്റിന്റെ ഡിവൈഡ് ചെയ്യും. ടോട്ടൽ മാർക്കറ്റ് അതായത് ഇത്ര ആണുണ്ട്, ഇത്ര പെണ്ണുണ്ട്, ഇത്ര ആൺകുട്ടികളുണ്ട്, ഇത്ര പെൺകുട്ടികളുണ്ട്, ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്ത ശേഷം മൂന്നാമത്തത് നമ്മളുടെ കസ്റ്റമേഴ്സ് ആരായിരിക്കണം, അതാണ് ഏത് ഡിറ്റർമിനിങ് ദ മാർക്കറ്റ്. നമ്മളുടെ കസ്റ്റമേഴ്സ് ആരായിരിക്കണം. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എന്താ പറയാ പിന്നെ ഞാനൊരു സോപ്പ് നിർമ്മാണ കമ്പനിയാണെന്ന് സങ്കല്പിക്കാം. സോപ്പ് നിർമ്മാണ കമ്പനി ആകുമ്പോൾ ഏത് തരത്തിലുള്ള സോപ്പാണ് ജനങ്ങൾക്ക് ആവശ്യമുള്ളത്, മനസ്സിലാക്കുക, ജനങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കുക കേട്ടോ. ഇപ്പൊ പല ആൾക്കാർക്ക് ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ പല രൂപത്തിലുള്ള സോപ്സ് ഉണ്ടല്ലോ അല്ലെ. ഇപ്പൊ നിങ്ങൾ നോക്കുക, നമ്മൾ ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മൾ പലപ്പോഴും ഹെർബൽ സോപ്പിനാണ് ദക്ഷിണേന്ത്യയിൽ കൂടുതൽ ഏതുള്ളത്, മാർക്കറ്റുള്ളത്. ഹെർബൽ സോപ്പ് എന്ന് വെച്ചാൽ ആയുർവേദിക് കണ്ടന്റ് അടങ്ങിയിരിക്കുന്ന സോപ്പില്ലേ. ഓക്കെ, ഈ കൃഷ്ണ തുളസി അല്ലെങ്കിൽ നമ്മളെ ചന്ദ്രിക അല്ലെങ്കിൽ മെഡിമിക്സ് അല്ലെങ്കിൽ എന്താണ് മഞ്ഞൾ എന്നെല്ലാം പറഞ്ഞ കുറെ സാധനങ്ങളുണ്ട്, മുല്ലപ്പൂ എന്നെല്ലാം പറഞ്ഞ കുറെ സോപ്പ് ഉണ്ടല്ലോ. അപ്പൊ ഇത്തരത്തിലുള്ള ഹെർബൽ സോപ്പുകൾക്കാണ് കൂടുതൽ മാർക്കറ്റുള്ളത് കേട്ടോ, കൂടുതലാണേ പറഞ്ഞത്. അതേസമയം നിങ്ങൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ സൗത്ത് വിട്ട് നോർത്തിലേക്ക് നിങ്ങൾ പോകുമ്പോൾ അവിടെ ഹെർബൽ പ്രോഡക്റ്റുകൾക്കുള്ള എന്താ പറയാ സാധ്യത വളരെ കുറവാണ്. മറിച്ച് അവിടെ സാധ്യത കൂടുതലുള്ളത് ഏതിനാണ്, ഫ്രാഗ്രൻസ് അടങ്ങിയിരിക്കുന്നത് കൂടുതൽ സ്മെല്ലുള്ള സോപ്പുകൾക്കാണ് അവർ കൂടുതൽ എന്ത് കൊടുക്കുന്നത്, പ്രിഫറൻസ് കൊടുക്കുന്നത്. കൂടുതൽ സ്മെല്ലുള്ള സോപ്പുകൾക്കും കൂടുതൽ കളറുള്ള സോപ്പുകൾക്കാണ് അവരെന്ത് കൊടുക്കുന്നത്, പ്രിഫറൻസ് കൊടുക്കുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒന്നാമത്തെ കേസിൽ ഞാൻ എൻ്റെ സോപ്പ് കമ്പനിയിൽ ജനങ്ങളുടെ സോപ്പിന്റെ ആവശ്യം എന്താണ്, അപ്പൊ സോപ്പിന്റെ ആവശ്യം മാഷെ കുളിക്കാനല്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എല്ലാവരും കുളിക്കാൻ സോപ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നത്, ഓക്കെ സമ്മതിച്ചു. പക്ഷെ ഏത് രൂപത്തിലുള്ള സോപ്പ് അല്ലെ. ഇപ്പം സ്കിന്നിനൊക്കെ ട്രബിൾ ഉള്ള നമ്മളെ പോലത്തെ ആൾക്കാർ നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ് ഏതാ, ഒന്നുകിൽ നമുക്ക് ഏതെങ്കിലും മെഡിക്കൽ എന്താണ് സോപ്പ് ഉപയോഗിക്കാം. ഇപ്പൊ സ്കാബ് പോലത്തെ മെഡിക്കൽ സോപ്പുകൾ നമുക്ക് വേണമെങ്കിൽ പ്രിഫർ ചെയ്യാം. അല്ലെങ്കിലോ എല്ലാവരും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഒന്നുകിൽ സിന്തോൾ അല്ലെങ്കിൽ ഏത് നമ്മളുടെ PS എന്ന് പറയുന്ന സോപ്പ് അല്ലെ. സ്കിൻ ട്രബിൾ ഒക്കെ ഉള്ള അല്ലെങ്കിൽ വളരെ എന്താ പറയുക ഡ്രൈ സ്കിന്നൊക്കെ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ സൗന്ദര്യബോധം കൂടുതൽ വേണം എന്ന് പറയുന്ന ആൾക്കാർ, എക്സ്ക്യൂസ് മീ ഒരു മിനിറ്റ്.
ഓക്കെ, സോറി ഫോർ ഡിസ്റ്റർബൻസ്. ഓക്കെ, ക്ലിയർ അല്ലേ? കേൾക്കുന്നുണ്ടല്ലോ? ഹലോ ഹലോ സർ കേൾക്കാം. ഹലോ സാറേ കേൾക്കുന്നുണ്ട്. ഹലോ കേൾക്കാവോ? ആരും ഒരാളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലത്. കേൾക്കാം സർ. സാർ കേൾക്കുന്നുണ്ട് സാർ, കേൾക്കുന്നുണ്ട് സാർ. കേൾക്കുന്നുണ്ട്. യെസ്, അപ്പോൾ പറഞ്ഞു വന്ന ഇതാണ്. ഇപ്പൊ നമ്മളിൽ ആർക്കെങ്കിലും സ്കിന്നിന് പോലത്തെ വല്ല ട്രബിളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സോപ്പ് തന്നെയാണ്, കുളിക്കാൻ തന്നെയാണ് കേസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? യെസ്. അപ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്ന സോപ്പ് ഏത് രൂപത്തിലുള്ളതാണ്? ഏത് രൂപത്തിലുള്ളതാണ്? സ്മെല്ലുള്ളതാണോ, അല്ലെങ്കിൽ കുറച്ചും കൂടി സ്കിന്നിനൊക്കെ നല്ല എന്താ പറയാ, പിന്നെ എന്താ പറയാ, സോഫ്റ്റ്നെസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന രൂപത്തിലുള്ള സോപ്പാണോ? അതുപോലെ തന്നെ അപ്പൊ ഇങ്ങനെ നമ്മൾ കൂടുതൽ പരീക്ഷണ കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ, അല്ലെങ്കിൽ അവർ കൂടുതൽ അവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു സോപ്പ് തേച്ച് കുളിച്ചാൽ അതിന്റെ സ്മെല്ല് ഒരു 24 hours വരെ നിലനിൽക്കണം. പിന്നെ സോപ്പ് തേച്ച് രാവിലെ കുളിച്ചാൽ അടുത്ത 4 ദിവസമാണ് നമ്മൾ കുളിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ 24 മണിക്കൂർ ഗ്യാരണ്ടിയുള്ള സ്മെല്ല് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സോപ്പാണെങ്കിൽ നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് വേണ്ടി വരും ഇത്തരത്തിലുള്ള സോപ്പുകളൊക്കെ നമ്മൾ നിർമ്മിക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ നമ്മൾ വലിയ ഹെവി ഇൻവെസ്റ്റ്മെന്റിലുള്ള പിന്നെ എന്താ പറയാ, പിന്നെ ഇപ്പൊ നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ മോഹൻലാലിന്റെയും ശ്രീനിവാസിന്റെ പഴയൊരു സിനിമയില്ലേ നാടോടിക്കാര്, അപ്പൊ അതില് വീടിന് അടുക്കുന്നവണ് പിന്നെ പ്രാർത്ഥനാ മുറി വേണം, വീട്ടിന് മുന്നിൽ ഗാർഡൻ വേണം, അത് വേണം, ഇത് വേണം എന്നും പറയും അല്ലെ? ഭയങ്കര എക്സ്പെക്ടേഷൻസ് ആണ്, നീഡ്സും വാണ്ട്സും വളരെ കൂടുതലാണ്. ബട്ട് ഹൗ മച്ച് എമൗണ്ട് ദേ ആക്ച്വലി ഓഫേർഡ് നമുക്കറിയുന്നൊരു കേസാണ് അല്ലെ? ഇതേപോലെ തന്നെ വലിയ വർത്താനൊക്കെ പറയുന്നു, പക്ഷെ അതേസമയം അതിന് കൈമിൽ നിന്ന് പൈസ ഇളക്കാൻ തയ്യാറേ അല്ല. അപ്പോൾ ഇങ്ങനെ ജനങ്ങളെ മനസ്സിലാക്കുക, അതുപോലെ തന്നെ അവരെ നീഡ്സ് ആൻഡ് വാണ്ട്സ് കൃത്യമായ രൂപത്തിൽ മനസ്സിലാക്കുക. ഇതാണ് ഒന്നാമത്തെ സ്റ്റേജ്. ഇതാണ് ഒന്നാമത്തെ സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ടോട്ടൽ പോപ്പുലേഷൻ എത്ര, ആ ടോട്ടൽ പോപ്പുലേഷനിൽ ആണെത്ര, പെണ്ണെത്ര, യുവാക്കൾ എത്ര, യുവതികൾ എത്ര, പിന്നെ അതേപോലെ തന്നെ പിന്നെ പ്രായമുള്ള ആൾക്കാർ എത്ര, ഇങ്ങനെ കാര്യങ്ങളൊക്കെ, കുട്ടികൾ എത്ര, ഈ കാര്യങ്ങളൊക്കെയാണ് ഇത് സെഗ്മെന്റേഷൻ. ഈ കാര്യങ്ങളൊക്കെയാണ് ഇത് സെഗ്മെന്റേഷൻ. മൂന്നാമതത് ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കിയ ശേഷം ആരെ നമ്മൾ ക്യാച്ച് ചെയ്യണം, ഏത് വിഭാഗത്തിന് നമ്മൾ എന്ത് ചെയ്യണം, ക്യാച്ച് ചെയ്യണം. അതാണ് ഇത് ഡിറ്റർമിനിങ് ദ മാർക്കറ്റ്. മൂന്നാമത്തെയാണ് ഇത് ഡിറ്റർമിനിങ് ദ മാർക്കറ്റ്. ഇപ്പൊ ആണിലും പെണ്ണിലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആണുങ്ങളെയാണ്. ആണുങ്ങളിൽ തന്നെ വളരെയധികം എന്താ പറയാ, ഈ സ്കിൻ ട്രബിളൊക്കെ ഉള്ള ആളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിഫർ ചെയ്യുന്നത്. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൂന്നാമത്തത്. ഇതാണ് മൂന്നാമത്തെ കേസ്. ഓക്കെ, അപ്പോ ആദ്യം നമ്മൾ ബ്രോഡായിട്ട് മനസ്സിലാക്കുന്നു, പിന്നെ നമ്മൾ ടോട്ടൽ മാർക്കറ്റിനെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നു, അതിനുശേഷം നമുക്കുള്ള കസ്റ്റമേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പിക്ക് ചെയ്യും. അതാണ് ഡിറ്റർമിനിങ് ദ മാർക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, മാർക്കറ്റുകൾ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. കേട്ടോ, ഇവിടെ നമുക്ക് എന്താണ് ഒരു BCG മെട്രിക്സിന്റെ ഒരു കാര്യം ഒക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, അതൊന്നും ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഇപ്പോൾ കൊടുത്തത് മാത്രമേ ഉള്ളൂ. കേട്ടോ, ഹൈ ലോ കോമ്പറ്റീറ്റീവ് ലോ എന്നെല്ലാം കാണുന്നുണ്ടല്ലോ. ഓക്കെ, അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു രാജ്യവും അതുപോലെ തന്നെ പിന്നെ എന്താണ് അട്രാക്റ്റീവ്നെസ്സും, ആ രാജ്യത്തെ നമ്മൾ ആകർഷിക്കുന്ന ചില കാര്യങ്ങൾ. അപ്പോൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഗ്രോത്തിനും എന്തിന്റെ സാധ്യതയുണ്ട്. അതേസമയം അട്രാക്ഷൻ വളരെ കുറവാണെങ്കിൽ, ഇൻവെസ്റ്റ്മെന്റ് ഹൈ ആണെങ്കിൽ പോലും നമുക്ക് ഉണ്ടാകുന്ന ഗ്രോത്ത് എന്തായിരിക്കും, കുറവായിരിക്കും. അതാണ് ഈ ഹൈ ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ഹൈ ആണെങ്കിൽ പോലും എന്താണ് നമുക്ക് ഗ്രോ ചെയ്യാൻ, അട്രാക്റ്റീവ്നെസ് ലോ ആണെങ്കിൽ ഗ്രോ ചെയ്യാനുള്ള കാര്യങ്ങളും എന്തായിരിക്കും, ലോ ആയിരിക്കും. അത് ആവശ്യമുള്ള കാര്യങ്ങളാണ്. BCG മെട്രിക്സ് നിങ്ങൾക്ക് ആവശ്യമില്ല, അതിവിടെ കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ലിമിറ്റ്. ഇത്രയാണ് നമ്മളുടെ 5ാമത്തെ യൂണിറ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, യെസ്. ഇനി നമുക്ക് 6ാമത്തെ യൂണിറ്റിലേക്ക് പതിയെ കിടക്കാം. ഓക്കെ, അതിലെന്തെങ്കിലും ഡൗട്ട് വല്ലതുണ്ടെങ്കിൽ ഓരോ യൂണിറ്റ് കഴിഞ്ഞ ശേഷം ചോദിക്കണേ. അതിലൊന്നും ഒരു പിന്നെ കുറ്റബോധമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും വിചാരിക്കണ്ട. ഓക്കെ, എന്തായാണെങ്കിലും പഠിക്കണം. പഠിക്കാണ്ട് നമുക്ക് പാസ്സാകാൻ പറ്റില്ല. കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കൽ പോലും നമുക്ക് മുന്നോട്ട് നീങ്ങാനും പറ്റില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിനെ സംബന്ധിച്ചിട്ട് പറയാനുള്ളത്. കേട്ടോ, ഇനി 6ാമത്തെ യൂണിറ്റിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് എൻട്രി ഡിസിഷൻ. പല ചാപ്റ്ററുകൾ തമ്മിൽ നല്ല സിമിലാരിറ്റിയും ആവർത്തന നിരീക്ഷണത്തൊക്കെ ഉണ്ടാകും. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇഗ്നോയുടെ മെറ്റീരിയൽ ഓരോ ചാപ്റ്ററുമാണ് ഓരോരുത്തർക്കും പ്രിപ്പയർ ചെയ്യാൻ കൊടുക്കുക. അപ്പോൾ എനിക്കൊരു ചാപ്റ്റർ കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് പരമാവധി എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ മറ്റു ചാപ്റ്ററിലെ പല കാര്യങ്ങളും ഞാൻ ചിലപ്പോൾ അറിയ പോലുമില്ല. അങ്ങനെയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ പേപ്പറിലൊക്കെ ആവർത്തന വിരസതയും കാണുന്നത്. ഇപ്പം നിങ്ങളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ 6 പേപ്പറാണ് ഫസ്റ്റ് ഇയറിന് പഠിക്കാൻ അല്ലേ?
IBO 1, 2, 3, 4, 5, 6 അതിൽ IBO 1, IBO 3, IBO 6 ഇതിപ്പോൾ ഈ പേപ്പറുകൾ പരസ്പരം പൂരകങ്ങളാണ്. അതായത് പൂരകങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് IBO 1ലുള്ള കുറേ കാര്യങ്ങൾ 3ലും കാണാം, 3ലുള്ള കുറേ കാര്യങ്ങൾ എവിടെയും കാണാം, 6ലും കാണാം കേട്ടോ. IBO 1ലും 3ലുള്ള കുറേ കാര്യങ്ങൾ എവിടെ കാണാം, 6ൽ കാണാം. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെന്റ്. ഓക്കെ, ബാലൻസ് ഓഫ് പേയ്മെന്റ് നിങ്ങൾ ഈ സാധനം IBO 1ൽ കണ്ടിട്ടുണ്ടാകും, 3ൽ കണ്ടിട്ടുണ്ടാകും, 6ലും കണ്ടിട്ടുണ്ടാകും. റൈറ്റ്, മനസ്സിലാകുന്നുണ്ടല്ലോ? യെസ്. അതേപോലെ തന്നെ 4ഉം 5ഉം പരസ്പരം ഇന്റർറിലേറ്റഡ് ആണ്. എക്സ്പോർട്ട് ഇമ്പോർട്ട് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് കിടക്കുന്ന പേപ്പറുകളാണ്. യെസ്, എക്സ്പോർട്ട് ഇമ്പോർട്ട് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പേപ്പറാണ് ഇത് 4ഉം 5 എന്ന് പറയുന്നത്. പിന്നെയും 2 മാത്രമാണ് എന്താണ് ഇൻഡിപെൻഡന്റ് ആയിട്ട് കിടക്കുന്ന പേപ്പർ. ഇനി 2യും അതുപോലെ തന്നെ MCO 6 അടുത്ത കൊല്ലം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന MCO 6ഉം എന്താണ് പരസ്പരം പൂരകമാണ് കേട്ടോ. MCO 6 എന്താണ് പരസ്പരം പൂരകമാണ്. ഓക്കെ, യെസ്. ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും നോക്കി നിങ്ങൾ നോക്കിയിട്ട് പഠിച്ചാൽ മതി. ഇനി വീട്ടിനടുത്തായിട്ട് ആരെങ്കിലും പിന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് ഇയർ എക്കണോമിക്സിന് പഠിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ നോട്ട്സ് ഒക്കെ ഒന്ന് വെച്ച് പഠിക്കുന്നത് നല്ലതാണ്. അതെന്ന് വെച്ചാൽ IBO 1, IBO 3 ഇതിന് രണ്ടിനും ഇത് രണ്ടിലും ഉള്ള കുറേ കാര്യങ്ങൾ എക്കണോമിക്സിന്റെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിന്റെ നോട്ട്സ് കാര്യങ്ങളൊക്കെ ഉപകാരപ്പെടും. ഓക്കെ, യെസ്. ഇനി പിന്നെന്താണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡ്. ഇപ്പൊ നിങ്ങൾ വീട്ടിനടുത്തായിട്ട് ഏതെങ്കിലും കുട്ടി IIFTയുടെ ഏതെങ്കിലും കോഴ്സിന് പഠിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടികളുടെ കോഴ്സ് മെറ്റീരിയലുകൾ നിങ്ങൾ വാങ്ങുക, ധൈര്യമായിട്ട് പഠിച്ചോ. എന്ന് വെച്ചാൽ IIFTയുടെ സിലബസ് ആണ് ആയിരിക്കും നിങ്ങൾക്കുള്ളത്. കൊമേഴ്സിന്റെ സിലബസ് അല്ല, വളരെ കേടമാണ്. ഓക്കെ, കുറ്റം പറഞ്ഞിട്ട് ഞാൻ കുറ്റം പറയല്ല, നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ മോശമാക്കി പറയല്ല, യാഥാർത്ഥ്യം ഇതാണ്. എസ് എ ടീച്ചർ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളെ യാഥാർത്ഥ്യം പഠിപ്പിക്കണം. അപ്പോൾ എൻ്റെ ഒരു ഉത്തരവാദിത്വം ഞാൻ നിങ്ങളോട് തീർക്കുന്നത് മാത്രമേ. ഓക്കെ, ഇതൊക്കെ നമുക്കുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇത് നമ്മൾ കൃത്യമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നത് നല്ലതാണ്. ഓക്കെ, അതേപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ BCOMന് പഠിക്കുന്ന കുട്ടികൾ, സെമസ്റ്റർ പ്രകാരം പഠിക്കുന്ന കുട്ടികൾ അവസാനത്തെ സെമിനറി പേപ്പർ പഠിക്കുന്നുണ്ട്, ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ ടെക്സ്റ്റ് ബുക്ക് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഏതാണ്ട് 100-110 രൂപയായിട്ടാണ് പിന്നെന്തുള്ളത് ആ ടെക്സ്റ്റ് ബുക്കിനുള്ള തുക. അപ്പൊ ആ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ഒന്ന് വാങ്ങി വെക്കുന്നത്, അല്ലെങ്കിൽ ആരുടെയും കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വാങ്ങി ഉപയോഗിക്കുന്നത് നല്ലതാണ്. എന്നുവെച്ചാൽ ആ IBO 6ലുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ഉണ്ട്, നിങ്ങളുടെ പല പേപ്പറുകളിലായിട്ടും പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ ഒരു എന്താ പറയുക, ഒരു ജനറൽ ഫാക്ട് എന്ന രൂപത്തിൽ പറഞ്ഞതാണ്. ഒന്നും കമ്പൽസറി മോഡിലല്ല, നമുക്കുള്ള സാധ്യതകളാണ്. വെറും ടെക്സ്റ്റ് മാത്രം വെച്ചിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് നമ്മളുടെ അവരുടെ ലെവൽ ഓഫ് നോളജ് ഇൻക്രീസ് ചെയ്യാനുള്ള മാർഗങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് എൻട്രി ഡിസിഷൻസ് ആണ് നമ്മളുടെ രണ്ടാമത്തെ യൂണിറ്റിൽ പഠിച്ച പല കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, എങ്ങനെയാണ് ഒരു ഡൊമസ്റ്റിക് ഫേം ഇന്റർനാഷണൽ ഫേമായി മാറുന്നത്? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യം തന്നെയാണ് ഇവിടെ വീണ്ടും വരുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, നമ്മളെ രാജ്യത്ത് മാത്രം നിലനിന്നൊരു കമ്പനി അന്താരാഷ്ട്ര ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ ആ കമ്പനി അറിയപ്പെടാൻ വേണ്ടിയിട്ട് അവരെന്ത് നടത്തുന്നു, എക്സ്പോർട്ട് നടത്തുന്നു. അവരെന്ത് നടത്തുന്നു, എക്സ്പോർട്ട് നടത്തുന്നു. ഇനി എക്സ്പോർട്ടിന്റെ മക്കളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, ഇൻഡയറക്റ്റ് എക്സ്പോർട്ടും ഡയറക്റ്റ് എക്സ്പോർട്ടും. ഇൻഡയറക്റ്റ് എക്സ്പോർട്ടും ഡയറക്റ്റ് എക്സ്പോർട്ടും. ഓക്കെ, അതിനിടയിൽ എക്സ്പോർട്ടർ നമുക്ക് എക്സ്പോർട്ടിനെ രണ്ടായിട്ട് തിരിക്കുന്നത് പോലെ തന്നെ എക്സ്പോർട്ടറെയും രണ്ടായിട്ട് തിരിക്കുക കേട്ടോ. എക്സ്പോർട്ടിനെ രണ്ടായിട്ട് തിരിക്കുന്നത് പോലെ തന്നെ എക്സ്പോർട്ടറെയും നമുക്ക് എത്രയായിട്ട് തിരിക്കുക, രണ്ടായിട്ട് തിരിക്കുക. എക്സ്പോർട്ടർ എങ്ങനെയാണ് രണ്ടെണ്ണം വരിക എന്ന് വെച്ചാല്, ഓക്കെ, എക്സ്പോർട്ടർ എങ്ങനെയാണ് രണ്ടെണ്ണം വരിക എന്ന് വെച്ചാല് എന്താണ്, എക്സ്പോർട്ടർ രണ്ട് ക്ലാസിഫിക്കേഷനാണ് എക്സ്പോർട്ടേഴ്സിനുള്ളത്. എക്സ്പോർട്ടർ മർച്ചന്റ് എക്സ്പോർട്ടറും മാനുഫാക്ചറിങ് എക്സ്പോർട്ടറും. മർച്ചന്റ് എക്സ്പോർട്ടറും മാനുഫാക്ചറിങ് എക്സ്പോർട്ടറാണ്. ഓക്കെ, ഒരാൾ തന്നെ ഇപ്പൊ എനിക്കൊരു തുണി മില്ലുണ്ട്, ഞാൻ എൻ്റെ മില്ലിൽ നിന്ന് തന്നെ തുണി നിർമ്മിച്ചിട്ട് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ പറയാം പിന്നെന്താണ്, മാനുഫാക്ചറിങ് എക്സ്പോർട്ടർ എന്നാ പറയാം കേട്ടോ. ഞാൻ തന്നെ സ്വന്തമായി ഉൽപ്പാദിപ്പിച്ചിട്ട്, അല്ലെ എനിക്കൊരു അച്ചാർ യൂണിറ്റ് ഉണ്ട്, ഞാൻ തന്നെ അച്ചാർ ഉണ്ടാക്കിയിട്ട് വിദേശത്തേക്ക് വിൽക്കുകയാണെങ്കിൽ ഞാൻ ആരാണ്, മാനുഫാക്ചറിങ് എക്സ്പോർട്ടറാണ്. മറിച്ച് മറ്റൊരാളെ കയ്യിൽ നിന്ന് അച്ചാർ വാങ്ങിയിട്ട് എൻ്റെ പേരും ലാബിലൊക്കെ വെച്ചിട്ട് ഞാൻ വിൽക്കുകയാണെങ്കിൽ എന്നെ പറയാം മർച്ചന്റ് എക്സ്പോർട്ടർ എന്നാ പറയാം കേട്ടോ. ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്യാതെ സാധനങ്ങൾ വാങ്ങിയിട്ട് പിന്നെ കയറ്റുമതി ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ എന്താ പറയാ, മർച്ചന്റ് എക്സ്പോർട്ടർ എന്നാ പറയാം. എന്താ പറയാ, മർച്ചന്റ് എക്സ്പോർട്ടർ എന്നാണ് പറയാം. ഓക്കെ, ഇനി എക്സ്പോർട്ടിനെ രണ്ടായിട്ട് തിരിക്കാനാണ് പറഞ്ഞത്, ഇൻഡയറക്റ്റ് എക്സ്പോർട്ടും ഡയറക്റ്റ് എക്സ്പോർട്ടും. ഇൻഡയറക്റ്റ് എക്സ്പോർട്ടും ഡയറക്റ്റ് എക്സ്പോർട്ടും. ഓക്കെ, എന്താണ് ഇൻഡയറക്റ്റ് എക്സ്പോർട്ട് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. പുറത്തൊരു ഏജൻസിയെ വെച്ചിട്ട്, പുറത്ത് നമ്മളൊരു പുറം കരാർ ഏജൻസിയെ വെച്ചിട്ട് നമ്മൾ സാധനങ്ങൾ അവരിൽ കൂടി കയറ്റുമതി ചെയ്യുകയാണെങ്കിൽ, ഇതിനെയാണ് നമ്മൾ ഏത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് കയറ്റുമതി ചെയ്യുന്ന ആള് ഞാനാണ്, പക്ഷെ ഞാൻ നേരിട്ടിട്ട് വിദേശ രാജ്യത്ത് എന്ത് ചെയ്യുന്നില്ല, ഇടപെടുന്നില്ല. അവിടെ ഞാനൊരു കമ്മീഷൻ ഏജന്റിനെയോ ഒരു ഔട്ട്സൈഡ് ഏജൻസിയെ ഞാൻ എന്താണ് വെച്ചിട്ടുണ്ട്.
അവരിൽ കൂടിയാണ് ഞാൻ എന്ത് നടത്തുന്നത്, എക്സ്പോർട്ടൊക്കെ നടത്തുന്നതെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ കസ്റ്റമർ ആരാണോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ സ്വഭാവം എന്താണെന്നുള്ളതൊന്നും കൃത്യമായ രൂപത്തിൽ ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മളുടെ ഇടയിലുള്ള മിഡിൽമെൻ ഉണ്ടല്ലോ, അതായത് ഈ ഔട്ട്സൈഡ് ഏജൻസി പറയുന്നതാണ് ആ നാട്ടിലെ മാർക്കറ്റ് ട്രെൻഡ് എന്നാണ് ആര് മനസ്സിലാക്കുക, നമ്മൾ മനസ്സിലാക്കുക. ആര് മനസ്സിലാക്കുക, നമ്മൾ മനസ്സിലാക്കുക. കേട്ടോ? ഓക്കെ, അടുത്തത് എന്താണ്, ഡയറക്റ്റ് എക്സ്പോർട്ടിങ്. ഡയറക്റ്റ് എക്സ്പോർട്ടിങ് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, ഇവിടെ നമ്മളെ തന്നെ കമ്മീഷൻ ഏജന്റിന്, ഇവിടെ നമ്മളെ തന്നെ എന്താണ് കമ്മീഷൻ ഏജന്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, വെക്കുന്നു. നമ്മളെ തന്നെ കമ്മീഷൻ ഏജന്റിനെയോ അല്ലെങ്കിൽ നമ്മൾ കമ്മീഷൻ കൊടുത്ത് നിർത്തിയിട്ട് വെക്കുന്ന ആൾക്കാരെയോ നമ്മൾ എന്ത് ചെയ്യുന്നു, അവരിൽ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്പോർട്ട് നടത്തുകയാണെങ്കിൽ അതാണ് ഇത് ഡയറക്റ്റ് എക്സ്പോർട്ട്. കേട്ടോ? ഒന്നുകിൽ ഈ എന്താണ് നമ്മൾ വെക്കുന്ന കമ്മീഷൻ ഏജന്റ് നമ്മളുടെ ഒരു എംപ്ലോയി ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു സബ്സിഡിയറി കമ്പനി ആയിരിക്കും. ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കാണ് ഇത്. ഓക്കെ, പിന്നെ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇവിടെ എക്സ്പോർട്ടിന്റെ ഭാഗമായി നമുക്ക് എന്ത് നഷ്ടം നേരിട്ടാലും അത് ആര് തന്നെ സഹിക്കണോ, നമ്മൾ തന്നെ സഹിക്കണം. അതാണ് ഇതിന്റെ പ്രത്യേകത, ഡയറക്റ്റ് എക്സ്പോർട്ടിങ്ങിന്റെ പ്രത്യേകത. ഓക്കെ, ഇനി രണ്ടാമത്തേത് ലൈസൻസിങ് ആണ്. രണ്ടാമത്തേതാണ് ലൈസൻസിങ്. ഓക്കെ, നമ്മളൊക്കെ ഏതാണ് ഈ KFC-യുടെ ഒക്കെ ചിക്കൻ നമ്മൾ കഴിക്കാറുണ്ട് അല്ലെ, ചിക്കിങ്ങിന്റെയും KFC-യുടെ ഒക്കെ ചിക്കൻ നമ്മൾ കഴിക്കാറുണ്ട്. ചിക്കിങ് ദുബായ് ബേസ്ഡ് കമ്പനിയാണ്, സമ്മതിച്ചു. KFC-യോ അമേരിക്കൻ ബേസ്ഡ് കമ്പനി. ഓക്കെ, അപ്പൊ അമേരിക്കയിൽ നിർമ്മിക്കുന്ന KFC-യുടെ ടേസ്റ്റ് സാധനമാണ് നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യുന്നത്, കഴിക്കുന്നത്. സമ്മതിച്ചു. ഇനി ശ്രദ്ധിക്കാം മക്കളെ, നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ അമേരിക്കയിൽ നിർമ്മിക്കുന്ന KFC അല്ലെങ്കിൽ KFC എന്ന് പറയുന്ന ഒരു കമ്പനി, ആ കമ്പനിയാണോ ഇന്ത്യയിൽ വന്നിട്ട് KFC നിർമ്മിക്കുന്നത്, അല്ലെ KFC-യുടെ തരത്തിൽ ചിക്കൻ നിർമ്മിക്കുന്നത്? അല്ല. നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള എന്ത് തരാം, പെർമിഷൻ തരാം, നമ്മുടെ ലൈസൻസിൽ കൂടി നമ്മൾ എന്താണ് നേടില്ല. അപ്പോൾ അമേരിക്കയിൽ മാത്രം ലഭ്യമായ ഒരു KFC നമ്മുടെ നാട്ടിലെ ഒരാൾ KFC-യുടെ ബ്രാൻഡിൽ, ഇത് വേണമെങ്കിൽ നമുക്ക് ഫ്രാഞ്ചൈസി രൂപത്തിൽ വേണമെങ്കിൽ പറയാം. ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മളുടെ ഏതാണ് കൊക്കക്കോളയും പെപ്സി കോളയൊക്കെ ഇല്ലേ. ഓക്കെ, കൊക്കക്കോളയും പെപ്സി കോളയൊക്കെ രണ്ടും അമേരിക്കൻ ബേസ്ഡ് കമ്പനികളാണ്. ഇവിടെ നമ്മളെ നാട്ടിലൊരു കമ്പനിക്ക് കൊക്കക്കോള നിർമ്മിക്കാൻ വേണ്ടി കൊക്കക്കോള കമ്പനി എന്താണ് അനുമതി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഏതാണ്, ലൈസൻസിങ് ആണ്. അപ്പോൾ കൊക്കക്കോള നിർമ്മിക്കാൻ നമ്മുടെ നാട്ടിലൊരു കമ്പനിക്ക് അനുമതി കൊടുക്കലോടുകൂടി കൊക്കക്കോള എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയെ നമ്മളെ നാട്ടിലെ ആൾക്കാരും കൂടി എന്ത് ചെയ്യാൻ തുടങ്ങുന്നു, അറിയാൻ തുടങ്ങും. നമ്മളെ നാട്ടിലെ ആൾക്കാരും കൂടി എന്ത് ചെയ്യാൻ തുടങ്ങുന്നു, അറിയാൻ തുടങ്ങുന്നു. ഓക്കെ, ഇതാണ് ഇത് ലൈസൻസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായിട്ടെങ്കിൽ ചോദിക്കണേ. ഓക്കെ, ഇപ്പോൾ അമേരിക്കയിൽ മാത്രം നിർമ്മിക്കുന്ന ഒരു കമ്പനി, ആ കമ്പനിയുടെ ഉൽപ്പന്നം നമ്മളെ നാട്ടിൽ നിർമ്മിക്കാൻ വേണ്ടി എന്താണ് അമേരിക്കൻ കമ്പനി നമുക്ക് എന്ത് കിട്ടുന്നു, പെർമിഷൻ തരും. കിട്ടാം, നമുക്ക് പെർമിഷൻ കിട്ടുന്ന എന്താണ്, പെർമിഷൻ വാങ്ങുന്നത്. ഇപ്പൊ ഞാനാണ് ഇന്ത്യയിൽ വെച്ചിട്ട് ആ ഉൽപ്പന്നം നിർമ്മിക്കുന്നതെങ്കിൽ എന്നെ പറയാ ലൈസൻസി എന്നാണ് പറയാ. എന്നെന്താ പറയാ, ലൈസൻസി എന്നാണ് പറയാ. എനിക്ക് പെർമിഷൻ തരുന്ന കൊക്കക്കോള കമ്പനിയെ പറയാ ലൈസൻസർ എന്നാണ് പറയാ. കൊക്കക്കോള കമ്പനി എന്താ പറയാ, ലൈസൻസർ എന്നാണ് പറയാ. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. കേട്ടോ? മൂന്നാമത്തേതാണ് ഫ്രാഞ്ചൈസി. മൂന്നാമത്തെയാണ് ഇത് ഫ്രാഞ്ചൈസിങ്. ഫ്രാഞ്ചൈസിങ്ങിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തുണ്ടാവും, കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ എന്താ വേണം, ഷോപ്പ് കാണാം അല്ലെ. ശരിക്കും കോട്ടക്കൽ എവിടെയാ, മലപ്പുറം ജില്ലയിലെ കോട്ടക്കലാണ് ആര്യവൈദ്യശാല. ഓക്കെ, പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ ഫ്രാഞ്ചൈസി യൂണിറ്റുകൾ കാണാം. ഇവിടെ എന്താ ശരിക്കും സംഭവിക്കുന്നത്, എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, കോട്ടക്കൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നം നിർമ്മിക്കുന്നത് ആരും മാത്രമാണ്, കോട്ടക്കൽ മാത്രമാണ്. അങ്ങനെ കോട്ടക്കൽ നിർമ്മിച്ച ഉൽപ്പന്നം നമ്മളെ നാട്ടുമ്പുറത്തുള്ള കടകളിൽ കൂടെയൊക്കെ ആര് വിൽക്കലാണ്, കോട്ടക്കൽ വിൽക്കലാണ്. ഓക്കെ, അപ്പോൾ കട സൗകര്യങ്ങളൊക്കെ ആര് ചെയ്തു കൊടുക്കണം, നമ്മൾ ചെയ്തു കൊടുക്കണം. കോട്ടക്കലിന്റെ ബ്രാൻഡ് പരസ്യങ്ങളൊക്കെ ആര് നടത്തിക്കോളും, കോട്ടക്കൽ നടത്തിക്കോളും. ഇത് ഉൽപ്പന്നം ആരുടെ മാത്രമേ നമുക്ക് വിൽക്കാൻ പറ്റൂ, കോട്ടക്കലിന്റെ മാത്രമേ നമുക്ക് വിൽക്കാൻ സാധിക്കൂ. മറ്റുള്ള കമ്പനികളുടെ ഉൽപ്പന്നമൊന്നും നമുക്ക് ഈ ഒരു സംരംഭത്തിൽ കൂടി വിൽക്കാൻ പറ്റില്ല. ഓക്കെ, നേരത്തെ നമ്മൾ ലൈസൻസിന്റെ കേസിൽ ലൈസൻസറും ലൈസൻസിയും പറഞ്ഞ പോലെ ഇവിടെ ഫ്രാഞ്ചൈസറും ഫ്രാഞ്ചൈസിയും. കോട്ടക്കലിന്റെ ഷോപ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ലൈസൻസ് പ്രകാരം നമ്മുടെ ഒരു ഉൽപ്പന്നം നിർമ്മിച്ച് ആ ഉൽപ്പന്നം
സർ ക്ലിയർ ആവുന്നില്ല. സർ ക്ലിയർ ആവുന്നില്ല സർ. റേഞ്ചിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ക്ലിയർ അല്ല. സർ ഒരു അക്ഷരം പോലും കേൾക്കുന്നില്ല സർ. റേഞ്ചിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവും അവിടെ? സർ PPT ഒന്നുമില്ലേ? അങ്ങനെയാണെങ്കിൽ അതെങ്കിലും കാണാം. സർ PPT ഇല്ലേ? സർ PPT ഉണ്ടെങ്കിൽ അതെങ്കിലും കാണായിരുന്നു. സൗണ്ടോ കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല. മാറ്റി കണക്ട് ചെയ്യോ? സർ കേൾക്കുന്നില്ല സർ, കേൾക്കുന്നില്ല. മാറ്റി കണക്ട് ചെയ്താൽ റെഡി ആവുമായിരിക്കും. സാർ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? ഇവിടെ കുറെ നേരമായി വന്നു നിൽക്കുന്നു. കേൾക്കുന്നുണ്ടാവില്ല. റേഞ്ച് ഉണ്ടാവില്ല. റേഞ്ച് ഉണ്ടെങ്കിലല്ലേ കേൾക്കൂ. സാറ് പറയുന്ന പോലെ ആയിരിക്കും നമ്മൾ പറയുന്നത് സാറ് കേൾക്കുന്നത്. പിന്നത്തെ എന്താ ചെയ്യാ? സാറിന്റെ കണക്ഷനൊക്കെ പോയിട്ട് കുറെ നേരമായോ? സാറിനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. എന്ത് പറഞ്ഞ്? നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലാസ് കുറെ നേരമായി തുടങ്ങിയിട്ട്. 10 മണി. എന്താ ഞാൻ ആദ്യം വിചാരിച്ച എന്റെ നെറ്റിന്റെ വായ്പാന്നാ. അമലിനും സൗണ്ട് കുറവാ. അമലിൻ്റെതും ക്ലിയർ ആവുന്നില്ല. എന്താണ് അമലെ? റേഞ്ച് ഒക്കെ വേണ്ടേ? അങ്ങനെ സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സാറ് നോക്കിയിട്ട് പറയാന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാരും കൂടെ വിളിച്ച് വെറുപ്പിക്കണ്ട. ഒരാൾ വിളിച്ചില്ലേ? കഴിയട്ടെ. 10 മണി മുതൽ അല്ലല്ല, ഇപ്പൊ ആയതാ. സാറ് വന്ന്. അത് കാര്യം എല്ലാരും വിളിക്കണ്ട. സാറ് ചൂടാ. ഇപ്പൊ കേൾക്കാവോ? ആരെങ്കിലും ഒരാൾ ആൻസർ എന്ന് പറഞ്ഞാട്ടെ. ഹലോ, കേൾക്കുന്നുണ്ടോ ഇപ്പൊ? കേൾക്കുന്നുണ്ട് സാറ്, കേൾക്കുന്നുണ്ട്. ഓക്കെ, നേരത്തെ എന്തോ റേഞ്ചിനെ പറ്റിയ പ്രശ്നമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പൊ നമ്മൾ ലാസ്റ്റ് ഇവിടെ നിങ്ങൾ എവിടം വരെ ലാസ്റ്റ് കേട്ടതെന്ന് പറഞ്ഞാട്ടെ. ഫ്രാഞ്ചൈസി തുടങ്ങിയപ്പോ തന്നെ കണക്ഷൻ പോയി. അയ്യോ, ഫ്രാഞ്ചൈസി. ഓക്കെ, പറഞ്ഞുതരാം. യെസ്, താങ്ക്സ് കേട്ടോ.
യെസ്. ഓക്കെ. അപ്പോൾ ഫ്രാഞ്ചൈസി കൊണ്ട് ഉദ്ദേശിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നമ്മളെ നാട്ടുമ്പുറത്തൊക്കെ നമ്മൾ കോട്ടക്കൽ ആര്യവൈദ്യശാല എന്ന് പറയുന്നതിന്റെയൊക്കെ ഫ്രാഞ്ചൈസി യൂണിറ്റുകൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, കോട്ടക്കലിലൊക്കെ. ഓക്കെ, എന്റെ കാര്യം എന്ന് വെച്ചാൽ ഇത്രയാണ്. ഇവിടെ നമ്മളൊരു കട കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നു, പഞ്ചായത്തിന്റെ ഒക്കെ പെർമിഷൻ നമ്മളാണ് വാങ്ങുന്നത്. ഓക്കെ, കോട്ടക്കൽ ആര്യവൈദ്യശാല അല്ല വാങ്ങുന്നത്, നമ്മളാണ് വാങ്ങുന്നത്. അതിനുശേഷം കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ ബോർഡൊക്കെ വെച്ചിട്ട് നമ്മൾ കോട്ടക്കലിന്റെ ഉൽപ്പന്നം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിൽക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ പറയുക ഫ്രാഞ്ചൈസി എന്നാണ് പറയുക. അതായത് ഇത്തരത്തിൽ വ്യവസായം ചെയ്യുന്ന ആൾക്കാരെ, ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ പറയുക ഫ്രാഞ്ചൈസി എന്നാണ് പറയാ. കോട്ടക്കൽ ആര്യവൈദ്യശാലയെ നമ്മൾ പറയുക ഫ്രാഞ്ചൈസർ എന്നാണ് പറയുക. കോട്ടക്കലിന് എന്താ പറയാ, ഫ്രാഞ്ചൈസർ എന്നാണ് പറയാ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ലൈസൻസ് പ്രകാരമാണെങ്കിൽ ഉൽപ്പന്നം നിർമ്മിക്കുന്നത് നമ്മളാണ്, ലൈസൻസ് വാങ്ങുന്നയാളാണ്, ലൈസൻസിയാണ്. എന്നാൽ ഫ്രാഞ്ചൈസി മോഡലുള്ള ബിസിനസ് ആണെങ്കിൽ ഫ്രാഞ്ചൈസി എന്ന് വെച്ചാൽ ലൈസൻസ് സ്വന്തമാക്കിയ ആൾക്ക് ഒരു യൂണിറ്റ് നിർമ്മിക്കാനും അനുമതിയില്ല. പൂർണ്ണമായും ഉൽപ്പന്നം നിർമ്മിക്കുക ആരാണ്, ഫ്രാഞ്ചൈസറാണ്. കേട്ടോ, ഫ്രാഞ്ചൈസർ നിർമ്മിച്ച ഉൽപ്പന്നം നമ്മളുടെ ഔട്ട്ലെറ്റിൽ കൂടി നമ്മൾ എന്താണ്, വിൽക്കുകയാണ്. ഏത് പ്രകാരം ചെയ്യുന്നത്, നമ്മളുടെ ഈ തരത്തിലുള്ള ഫ്രാഞ്ചൈസി ബിസിനസ് പ്രകാരം നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സപ്പോസ് ഈ കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ അരിഷ്ടമോ അല്ലെങ്കിൽ കഷായമോ കുടിച്ചിട്ട് ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടെന്ന് മനസ്സിലാക്കാം. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ എന്താണ്, ആരെങ്കിലും അരിഷ്ടോ കഷായമൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കേസോ കാര്യങ്ങളോ ഒന്നുമില്ല. അദ്ദേഹത്തിന് അരിഷ്ടം കുടിച്ചതിന്റെ കോമ്പൻസേഷൻ കൊടുക്കണ്ട, നമ്മൾ കൊടുക്കണ്ട. എന്തുകൊണ്ടെന്നാന്ന് വെച്ചാൽ, നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ ഒന്ന് പറയണേ. ഓക്കെ, പിന്നെ എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ ഉൽപ്പിച്ചിട്ടില്ല, നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഉൽപ്പന്നം നിർമ്മിച്ചിട്ടില്ല. അതേസമയം ലൈസൻസിങ് പ്രകാരമാണ് ബിസിനസ് എങ്കിൽ ഉൽപ്പന്നം നിർമ്മിക്കുന്നത് നമ്മളാണ്. അപ്പൊ കൈപ്പിഴ പറ്റുന്നത് നമുക്കാണ്, ലൈസൻസർക്കല്ല. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും, ഉത്തരവാദിയാണ്. ലൈസൻസ് പ്രകാരം ഞാൻ കൊക്കക്കോള നിർമ്മിച്ച് എന്റെ ഒരുപാട് ആൾക്കാരുടെ കണ്ണിന്റെ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടെന്ന് സങ്കല്പിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ്, ഞാൻ സ്വാഭാവികമായും ഞാൻ എന്താണ്, കുറ്റവാളിയാണ്. ഐ എം എ ഗിൽറ്റി പേഴ്സൺ. ഐ ഹാവ് ടു പേ, അല്ലെ ഐ ഹാവ് ടു കോമ്പൻസേറ്റ്. എന്താണ്, ഫ്രാഞ്ചൈസിയിലാണെങ്കിൽ ഞാൻ ഒരു രൂപ പോലും എന്ത് ചെയ്യേണ്ട, കോമ്പൻസേഷൻ കൊടുക്കേണ്ട. എന്ന് വെച്ചാൽ ഞാൻ ആ ഉൽപ്പന്നം വിറ്റിട്ട് മാത്രമേ ഞാൻ അത് എന്ത് ചെയ്തിട്ടില്ല, നിർമ്മിച്ചിട്ടില്ല. കേട്ടോ, ഇനി ഞാൻ തന്നെ ഉൽപ്പന്നം നിർമ്മിക്കുന്നു, കോട്ടക്കലിന്റെ പേര് വെക്കുന്നു, അങ്ങനെയാണെങ്കിൽ 2 കുറ്റമാണ് എന്റെ പേരിൽ ആരോപിക്കപ്പെടുക. ഒന്ന്, ഞാൻ കോട്ടക്കലിനെ വഞ്ചിച്ചു, പൊതുജനങ്ങളെ കോട്ടക്കലിന്റെ ഉൽപ്പന്നം വിറ്റ് അവരെയും വഞ്ചിച്ചു. ഓക്കെ, യെസ്. ഇതാണ് ഏതിന്റെ പ്രത്യേകത, ഫ്രാഞ്ചൈസിന്റെ പ്രത്യേകത. ലൈസൻസിന്റെ 2 വ്യക്തികൾ ഉണ്ടാവും, ലൈസൻസ് ഉണ്ടാവും. ലൈസൻസ് വെച്ചാൽ എ പേഴ്സൺ ഹു ഗ്രാൻസ് ലൈസൻസ്. സെക്കൻഡ് വൺ ലൈസൻസിയാണ്, ഹു അവൈൽ ലൈസൻസ്. കേട്ടോ, ആരാണോ ലൈസൻസ് കിട്ടുന്നത് അയാളെ ലൈസൻസി എന്നും, ആരാണോ ലൈസൻസ് കൊടുക്കുന്നത് അവരെ നമ്മൾ പറയാം. ഇനി രണ്ടാമത്തെ കേസിൽ ഫ്രാഞ്ചൈസറും ഫ്രാഞ്ചൈസിയും ആണ്. കോട്ടക്കൽ ആര്യവൈദ്യശാല ഫ്രാഞ്ചൈസർ ആണ്. നമ്മളെ പോലത്തെ എന്താ പറയാ, കോട്ടക്കലിലെ യൂണിറ്റ് നടത്തുന്ന ആൾക്കാരെ പറയാ ഫ്രാഞ്ചൈസി എന്നാണ് പറയുക. ഓക്കെ, അടുത്തത് കോൺട്രാക്ട് മാനുഫാക്ചറിംഗ് ആണ്. ഓക്കെ, കോൺട്രാക്ട് മാനുഫാക്ചറിംഗിലാണ് പറഞ്ഞിട്ടൊന്നും കേട്ടില്ല അല്ലേ. ഇപ്പൊ നമ്മളെല്ലാ ആൾക്കാരും ബിസ്ക്കറ്റ്സ് കഴിക്കാറുണ്ട്, ചോക്ലേറ്റ്സ് ഒക്കെ നമ്മളെല്ലാ ആൾക്കാരും എന്ത് ചെയ്യാറുണ്ട്, കഴിക്കാറുണ്ട്. ഓക്കെ, നമ്മൾ ആരും ചോക്ലേറ്റിന്റെ പാക്കറ്റോ ബിസ്ക്കറ്റിന്റെ പാക്കറ്റോ നോക്കാറില്ല. അതായത് കമ്പനിയുടെ പേര് മാത്രം നോക്കും, പെട്ടെന്ന് ഷാപ്പ് അല്ലെ, എത്രയും പെട്ടെന്ന് അത് എന്ത് ചെയ്യുക, ഷാപ്പാട് അടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, നിങ്ങൾ അതിന്റെ ബിസ്ക്കറ്റ്സിന്റെ പാക്കറ്റോ അല്ലെങ്കിൽ ചോക്ലേറ്റിന്റെ പാക്കറ്റോ ഒക്കെ നിങ്ങൾ വാങ്ങുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ ഒന്ന് നോക്കേണ്ടത് ക്വാണ്ടിറ്റി കൃത്യമായിട്ടുണ്ടെന്ന്. ഓക്കെ, രണ്ടാമത് ഡേറ്റ് ഓഫ് മാനുഫാക്ചറിങ്ങും ഡേറ്റ് ഓഫ് എക്സ്പയറി ഒരു കാര്യം. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഓക്കെ, ഉൽപാദകൻ ആര് എന്നുള്ളതാണ്. ബ്രിട്ടാനിയന്റെ സാറ് ഉൽപാദകൻ ബ്രിട്ടാനിയ എന്നല്ല. ഇപ്പൊ ബ്രിട്ടാനിയയുടെ ബിസ്ക്കറ്റ്സ് ഗുഡ് ഡേ ഉണ്ട്, ടൈഗർ ഉണ്ട്, പിന്നെ വേറെ ഏതൊക്കെയുണ്ട്, മിൽക്കി ബിക്കീസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളൊന്നും യഥാർത്ഥത്തിൽ ആര് നിർമ്മിക്കാറില്ല, ബ്രിട്ടാനിയ നിർമ്മിക്കാറില്ല. അവര് പണ്ട് കാലങ്ങളിൽ മാത്രമേ നിർമ്മിക്കാറുള്ളൂ. ഇപ്പൊ അവരെന്ത് ചെയ്യാറ്, എന്താ ചെയ്യല്, മാർക്കറ്റ് ചെയ്യലും മാത്രം. ഉൽപ്പന്നം നിർമ്മിച്ചു കൊടുക്കുന്നത് മറ്റു ചില ആൾക്കാർ. അപ്പോ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ പേര് അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ബിസ്ക്കറ്റ് നിർമ്മിച്ചു തരുന്നു. ബ്രിട്ടാനിയ കമ്പനിയാണ് ഞാനും സങ്കല്പിക്കുക. എക്സ് എന്ന് പറയുന്ന വ്യക്തി ഞാനായ ബ്രിട്ടാനിയ കമ്പനിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ബിസ്ക്കറ്റ് നിർമ്മിച്ചു തരുന്നു. ബിസ്ക്കറ്റ് നിർമ്മിച്ചു തരുമ്പോൾ എന്റെ പേരും എംബ്ലോ ഒക്കെയാണ് ആര് ഉപയോഗിക്കുക, എക്സ് ഉപയോഗിക്കുക. എക്സിന്റെ പേരോ കാര്യങ്ങളോ ഒന്നും സ്ഥലത്ത് എന്ത് ചെയ്യില്ല, ഉപയോഗിക്കുക. കേട്ടോ, ഉൽപ്പന്നം നന്നായാൽ അതിന്റെ ക്രെഡിറ്റ് കംപ്ലീറ്റ് ബ്രിട്ടാനിയ, ഉൽപ്പന്നം മോശമായാൽ അതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളും ആർക്ക്,
കംപ്ലീറ്റ് ക്രെഡിറ്റും ആർക്ക് തന്നെ, ബ്രിട്ടാനിയക്ക് തന്നെ. ഓക്കെ, യെസ്. അപ്പം ഇതാണ് ഏത് പ്രത്യേകത, കോൺട്രാക്ട് മാനുഫാക്ചർ. ഇതിവിടെ കാരണം എന്ന് പറയാന്ന് വെച്ചാൽ പലപ്പോഴും ഇന്ത്യൻ കമ്പനികൾ നല്ല ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നുണ്ട്, പക്ഷെ പലപ്പോഴും വിദേശ രാജ്യങ്ങളിലെ കമ്പനികൾ അതിന്റെ ക്രെഡിറ്റ് എന്ത് ചെയ്യുന്നത് പോകും. എന്താ വെച്ചാൽ കോൺട്രാക്ട് മാനുഫാക്ചറിങ്ങിന്റെ ഭാഗമായിട്ടാണ് പല ഇന്ത്യൻ കമ്പനികളും എന്ത് നിർമ്മിച്ചു കൊടുക്കുന്നത്, ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്നത്. കോൺട്രാക്ട് മാനുഫാക്ചറിങ്ങിന്റെ ഭാഗമായിട്ടാണ് പല കമ്പനികളും ഏത് നിർമ്മിച്ചു കൊടുക്കുന്നത്, ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്നത്. കേട്ടോ. അപ്പോൾ കോൺട്രാക്ട് മാനുഫാക്ചറിങ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഒരാള് മറ്റൊരാൾക്ക് വേണ്ടി ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുക, നിർമ്മിച്ചു. ഒരാള് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് മറ്റൊരു ഉൽപ്പന്നം എന്ത് ചെയ്യുക, അദ്ദേഹത്തിന്റെ പേരിലോ എംബ്ലത്തിൽ എന്ത് ചെയ്യുക, നിർമ്മിച്ചു കൊടുക്കുക. ക്ലാസ് ബിസ്ക്കറ്റ്സ് ഒക്കെ തന്നുമ്പോൾ ഒന്ന് നിങ്ങൾ ബിസ്ക്കറ്റ്സിന്റെ കവറിൽ നോക്കാം, മാർക്കറ്റഡ് ബൈ ബ്രിട്ടാനിയ കമ്പനി ആയിരിക്കും, മാനുഫാക്ചർഡ് ബൈ ഈ പുഷ്ടി കമ്പനിയോ അങ്ങനത്തെ ഏതെങ്കിലും ചെറിയ ലോക്കൽ കമ്പനികളൊക്കെ. ഓക്കെ, ഇതാണ് മാർക്കറ്റിംഗിന്റെ മറ്റൊരു കേസ്. കേട്ടോ. ഇനി ഇന്റർനാഷണൽ മാർക്കറ്റ് ഇതെങ്ങനെ പോസിബിൾ ആകുമെന്ന് വെച്ചാല്, ഇപ്പോ കൊക്കക്കോള എന്ന് പറയുന്ന ഒരു കമ്പനി, ആ കൊക്കക്കോള കമ്പനി എന്താണ് നമ്മുടെ നാട്ടിൽ കൊക്കക്കോള വിൽക്കാൻ തീരുമാനിച്ചു. അപ്പോൾ കൊക്കക്കോളയ്ക്ക് ഇവിടെ പ്ലാന്റ് ഒന്നും തുറന്നില്ല. കൊക്കക്കോള കമ്പനിക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ ഒരു സോഡ കമ്പനി ഏത് നിർമ്മിച്ചു കൊടുക്കുന്നു, കൊക്കക്കോള നിർമ്മിച്ചു കൊടുക്കുന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കും, സർ ലൈസൻസിങ്ങും ഇതും തമ്മിലെ ഡിഫറൻസസ് എന്താണ്? പ്രകാരം എന്താണെന്ന് വെച്ചാല് ഉൽപാദനം ആരാണോ നടത്തുന്നത് അവർക്ക് തന്നെയാണ് അതിന്റെ പ്രോഫിറ്റ്. നമ്മളൊരു ലൈസൻസ് ഫീ മാത്രമേ ആർക്ക് കൊടുക്കേണ്ടതുള്ളൂ, കൊക്കക്കോളക്ക് കൊടുക്കേണ്ടത് ലൈസൻസിങ് പ്രകാരം. കോൺട്രാക്ട് മാനുഫാക്ചറിങ് പ്രകാരം ഉൽപ്പന്നത്തിനാണ് നമുക്ക് എന്ത് കിട്ടുക, ഉൽപ്പന്നം നിർമ്മിച്ചു കൊടുത്താൽ നമുക്ക് കാശ് കിട്ടും. അതിന് ശേഷമുള്ള കാര്യങ്ങളൊന്നും ആരറിയേണ്ടതില്ല, നമ്മൾ അറിയേണ്ടതില്ല. മനസ്സിലാകുന്നല്ലോ കാര്യങ്ങള്. ഉൽപ്പന്നം നിർമ്മിച്ചതിന്റെ കാശ് ആർക്ക് കിട്ടും, നമുക്ക് കിട്ടും. അത് മാർക്കറ്റ് വിൽക്കുകയോ വിൽക്കാതിരിക്കുകയോ നശിപ്പിക്കുകയോ അതിന്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിരിക്കാൻ നോക്കേണ്ടത് എന്താണ്, ആരാണോ നമുക്ക് കോൺട്രാക്ട് തന്നത് അത് നോക്കേണ്ടത്. ഇതാണ് അത് തമ്മിലുള്ള ഡിസ്പ്യൂട്ട്. ഓക്കെ, കേട്ടോ. മനസ്സിലാകുന്നുള്ള കാര്യങ്ങൾ. ലൈസൻസിങ് പ്രകാരം നമുക്ക് ലൈസൻസ് ആണ് കിട്ടുക, അതനുസരിച്ച് നമ്മൾ ഉൽപ്പന്നം നിർമ്മിക്കണം. ഉൽപ്പന്നം നിർമ്മിച്ച് വിൽക്കേണ്ട ഉത്തരവാദിത്തം കംപ്ലീറ്റ് ആയിരിക്കാം നമുക്കാണ്. കൊക്കക്കോള കമ്പനിയുടെ ഒരു സഹായം കിട്ടില്ലേ. കോൺട്രാക്ട് മാനുഫാക്ചറിങ് പ്രകാരം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കംപ്ലീറ്റ് എന്താ പറയാ മാർക്കറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആരാണ്, കൊക്കക്കോള കമ്പനി. നേരിട്ടിട്ടാണ് നമ്മൾ ജസ്റ്റ് സാധനം ഉണ്ടാക്കിയിട്ട് ആർക്ക് മാത്രം കൊടുക്കില്ല, കൊക്കക്കോള കമ്പനിക്ക് മാത്രം കൊടുക്കില്ല. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ കാര്യങ്ങൾ. ഇതാണ് നമ്മുടെ നാട്ടിലെ ബേക്കറികളൊക്കെ പലതും ഏതിപ്പോ ചെയ്യാൻ തുടങ്ങി, കോൺട്രാക്ട് മാനുഫാക്ചറിങ് ചെയ്യാൻ തുടങ്ങി. പണ്ടൊക്കെയാണ് ബേക്കറി ഇതുമ്പോൾ ഇതിലാരെങ്കിലും ബേക്കറി നടത്തുന്നെങ്കിൽ അവർക്ക് അറിയായിരിക്കും, പണ്ടൊക്കെ കൂടൊക്കെ വേണം അല്ലെ, ഈ ബിസ്ക്കറ്റ്സ് ഉണ്ടാക്കേണ്ട കൂടും അതുപോലെ തന്നെ ജിലേബി മനുഷ്യനും പോകില്ലേ, അതിന്റെ വല്ലാത്ത സ്മെല്ലാണ്, പ്രത്യേകത സ്മെല്ലാണ്. ഓക്കെ, അതാണ് നമ്മൾ നല്ല രൂപത്തിലേക്ക് കഴിക്കുന്നത്. ഓക്കെ ഓക്കെ, ലീവ് ഇറ്റ്. യെസ്, ബേക്കറിക്കാർ ദയവായി എന്നോട് ക്ഷമിക്കാം, ഒരു ഫാക്ട് പറഞ്ഞതേ ഉള്ളൂ, കുറ്റപ്പെടുത്തി പറഞ്ഞതല്ലേ. ഓക്കെ, പലപ്പോഴും സത്യങ്ങൾ അങ്ങനെയാണല്ലോ. അപ്പൊ അതാണ് ഇത് കോൺട്രാക്ട് മാനുഫാക്ചറിംഗിന്റെ കേസ്. ജോയിന്റ് വെഞ്ചറാണ്, ജോയിന്റ് വെഞ്ചറാണ്. ജോയിന്റ് വെഞ്ചർ നമുക്ക് അറിയുന്ന ഒരു കേസാണ്. നമ്മളൊക്കെ മാരുതി സുസുക്കിയെ സംബന്ധിച്ചിട്ട് കേട്ടിട്ടുണ്ട് അല്ലെ, ഹീറോ ഹോണ്ടയെ സംബന്ധിച്ചിട്ട് കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു സ്വദേശ കമ്പനി ഒരു വിദേശ കമ്പനിയും കൂടി ചേർന്നിട്ട് നമ്മളെ നാട്ടിൽ ഇപ്പൊ ഞാൻ അമേരിക്കയിൽ ഒരു കമ്പനി തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അമേരിക്കയിൽ ഒരു കമ്പനിയെ കൂട്ടുപിടിച്ചിട്ട് നമ്മൾ രണ്ടാളുടെയും സംയുക്ത സംരംഭത്തിന്റെ രൂപത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, ബിസിനസ് ആരംഭിക്കാം. ഓക്കെ, അതാണ് ഇത് ജോയിന്റ് വെഞ്ചർ. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ജോയിന്റ് വെഞ്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, യെസ്, കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അപ്പൊ ഇവിടെ എങ്ങനെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ എന്റെ ക്യാപിറ്റൽ, ഫോറിൻ കമ്പനിയുടെ ക്യാപിറ്റല്, ഫോറിൻ കമ്പനിയുടെ ടെക്നോളജി, ഫോറിൻ കമ്പനിയുടെ ക്യാപിറ്റല്, കമ്പനിയുടെ ടെക്നോളജി, ലോക്കൽ കമ്പനിയുടെ പ്ലാന്റ് ആൻഡ് മെഷീനറി അസറ്റുകൾ. കേട്ടോ, ലോക്കൽ കമ്പനിയുടെ പ്ലാന്റ് ആൻഡ് മെഷീനറികൾ, പിന്നെ അസറ്റുകൾ ഉദ്ദേശിക്കുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഉണ്ടാകും, അതേപോലെ തന്നെയാണ് സ്ഥലം ഉണ്ടാവും, ഗോഡൌൺ ഉണ്ടാവും, അതുപോലെ തന്നെ വാഹനമൊക്കെ ഉണ്ടാകും. ഇതൊക്കെയാണ് ലോക്കൽ കമ്പനികൾ. ഓക്കെ, ക്ലിയർ ആകുന്നുണ്ടല്ലോ. ഇങ്ങനെ ബിസിനസ് എന്ത് ചെയ്യാം, ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം, ബിസിനസ് ആരംഭിക്കാം. ഹീറോ ഹോണ്ടയുടെ എന്താണ് മോട്ടോർ സൈക്കിളുകളും അതുപോലെ തന്നെ എന്താണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടത്. ഹീറോ ഹോണ്ടയുടെ വരവോടുകൂടി ഏറ്റവും കൂടുതൽ എന്താ പറയാ ഗുണമുണ്ടായത് നമ്മളെ ഇന്ത്യൻ കമ്പനിയായ ഹീറോ ആണ് അല്ലെ. പിന്നെ അവര് വേറെ പിരിഞ്ഞു, ഏതാണ് എനിക്ക് തോന്നുന്നത് 10 വർഷത്തിന് മുകളിലായി ഹീറോയും ഹോണ്ടയായിട്ട് സ്പ്ലിറ്റപ്പ് ആയിട്ട്. ഇപ്പൊ ഹോണ്ടയുടെ പ്ലാറ്റ്ഫോമിലും ഹീറോയുടെ പ്ലാറ്റ്ഫോമിലാണ് എന്ത് ചെയ്യുന്നത്, ബൈക്കുകൾ കാര്യങ്ങളൊക്കെ നിർത്തും. ഓക്കെ, ഒരുപാട് ഗുണമായിട്ടുണ്ട് ഹീറോന് ഉണ്ടായിരുന്നു. അതുപോലെ മാരുതി സുസുക്കി ഫോറിൻ കൊളാബറേഷൻ ജോയിന്റ് വെഞ്ചർ ആയിരുന്നു. പക്ഷെ 2003 കൂടി ഇന്ന് പൂർണ്ണമായും
സുസുക്കി എന്ന് പറയുന്ന കമ്പനിയുടെ മുകളിലാണ്, അല്ല അവരുടെ കൈപ്പിടിയിലാണ് ഇത് ആ കമ്പനി ഉള്ളത്. ഇന്ന് മാരുതി എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ കേട്ടോ. മാരുതി എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. നിങ്ങൾ നോക്കിയാൽ മതി, 2003 ശേഷം ഇറങ്ങിയിരിക്കുന്ന എല്ലാ കാറുകളിലും 2003 ശേഷം ഇറങ്ങിയിരിക്കുന്ന എല്ലാ കാറുകളിലും മാരുതി സുസുക്കി ഇല്ല. 2000 ശേഷം ഇറങ്ങിയിരിക്കുന്ന എല്ലാ കാറുകളിലും മാരുതി സുസുക്കിയുടെ എംബ്ലം ഇല്ല. മാരുതി സുസുക്കി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു എം എന്നുള്ള എഴുതിയിട്ട് പ്രത്യേക രൂപത്തിലാണ് മാരുതിയുടെ ഒരു എംബ്ലം ഉണ്ടായത്. അതിനുശേഷം 2003 ശേഷം ഇരിക്കുന്ന എല്ലാ കമ്പനികളിലും നിങ്ങൾ നോക്കിയാൽ മതി എംബ്ലം ഇതാ ഈ രൂപത്തിൽ എസ് എന്ന് കാണുന്നില്ല. ഓക്കെ, എസ് എന്ന് കാണുന്നതല്ല, ഈ രൂപത്തിലുള്ള എംബ്ലമാണ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതായത് ഉദ്ദേശിച്ചത് 2003 ശേഷം മാരുതി സുസുക്കി എന്നുള്ളൊരു കമ്പനി ഇല്ല. ഇപ്പൊ പൂർണ്ണമായി ഏത് കമ്പനി മാത്രമേ ഉള്ളൂ? സുസുക്കി എന്ന് പറയുന്ന ജപ്പാൻ കമ്പനി മാത്രമേ ഉള്ളൂ. 2003 എനിക്ക് 3 സെപ്റ്റംബർ 9 തോന്നുന്നു ആ സമയം ഉണ്ടായിരിക്കുന്ന, ആ സമയത്ത് ഉണ്ടായിരിക്കുന്ന മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ആയിരുന്നു ആ സമയത്ത് ഉണ്ടായത്. ഓക്കെ, ആ സമയത്ത് 10.6% ഷെയറുകൾ ഓഫ് ഇന്ത്യ ആർക്ക് വിറ്റു? മാരുതി സുസുക്കിക്ക് വിറ്റു. ഓക്കെ, അപ്പോൾ ഇന്ത്യ ഇനി നിങ്ങൾ നോക്കിയാൽ മതി, നമ്മളെ എന്താ പറയാ, സർക്കാർ ജോലികളും അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓരോ വളർന്നു വരുന്ന തലമുറക്കും അന്യം നിന്ന് പോവുകയാണ്. രാഷ്ട്രീയം പറയാന്ന് വിചാരിക്കരുത്, നമ്മൾ ഫാക്ട് മക്കളെ ഉൾക്കൊള്ളണം. എന്നുവെച്ചാൽ നിങ്ങൾ വളർന്നു വരുന്ന തലമുറയാണ്. അപ്പോൾ നമ്മൾ രാജ്യത്തിന്റെ പോക്കും സാമ്പത്തിക വ്യവസ്ഥയെ സംബന്ധിച്ചിട്ടും രാജ്യത്തെ തൊഴിലവസരങ്ങളെ സംബന്ധിച്ചിട്ട് നമ്മൾ നല്ലോണം അറിയണം. അതേപോലെ ഡിഗ്രിയോ പി ജിയോ കഴിഞ്ഞാലും ഇന്ന് ഓപ്പൺ മാർക്കറ്റിൽ എന്തില്ല, ജോലികളില്ല അല്ലെ. ഈ ജോലിയില്ലായ്മ, തൊഴിലില്ലായ്മയെ സംബന്ധിച്ച് ഒരുപാട് മലയാള സിനിമകൾ ഒരുപാട് 90കളിലും 80 മലയാള സിനിമകളിൽ മെജോറിറ്റി തൊഴിലില്ലായ്മയെ സംബന്ധിച്ചിട്ടുണ്ടായി അല്ലെ. ഈ മുകേഷ് ആയാലും ജഗദീഷ് ആണെങ്കിലും മോഹൻലാലൊക്കെ ആണെങ്കിലും മമ്മൂട്ടിയൊക്കെ ആണെങ്കിലും ഓസ്റ്റിനൊക്കെ തിന്നുന്ന ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ചങ്ങായിമാരുടെ പോയിട്ടൊക്കെ ഗാന്ധിനഗർ സെക്കൻഡ് സീറ്റ് സിനിമ കണ്ടിട്ടില്ല. എന്താണ് മോഹൻലാലിന് തൊഴിലില്ലാത്തത് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ശ്രീനിവാസൻ കളക്ഷൻ കെട്ടുന്നു, കണ്ടിട്ടില്ലേ നിങ്ങൾ അല്ലെ. ഡിഗ്രി വരെ പഠിച്ച ഒരാള് എന്താണ് കൂർച്ചയൊക്കെ ജോലി ചെയ്യുന്നൊരു ഇതാണ്, അതാണ് ഗാന്ധിനഗറിൽ നമ്മൾ കണ്ടത്. അതേപോലെ തന്നെ നാടോടിക്കാറ്റിലും തൊഴിലില്ലായ്മയെ സംബന്ധിച്ചിട്ടാണ് അല്ലെ. ബികോം ഫസ്റ്റ് ക്ലാസ് ഓർമ്മയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഇന്ത്യയുടെ പോക്കെന്ന് പറയുന്നത് എന്താ പറയാ, സ്വകാര്യ കൂടിയിട്ടുണ്ട് ഇന്ത്യയിൽ. ഓക്കെ, എന്താണ് മിക്സഡ് ഇക്കോണമി എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് മാറിയിട്ടുണ്ട്. ഇന്ത്യ മിക്കവാറും ഒരു വിത്തിൻ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ഇക്കണോമിക് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് അടുത്ത ഒരു പിന്നെന്താണ് 4 വർഷം അല്ലെങ്കിൽ 6 വർഷം അതിനുള്ളിൽ ഇന്ത്യ മെജോറിറ്റിയും എന്താവും, സ്വകാര്യ എന്താണ്, അതായത് നമ്മൾ അമേരിക്ക ക്യാപിറ്റലിസ്റ്റ് കൺട്രി മാറും. ഗവൺമെന്റിന്റെ റോള് 2 സെക്ടറിലായിട്ട് മാത്രമായി പരിമിതപ്പെടും. ഒന്ന് പിന്നെ പൊതുജന ആരോഗ്യം പറയുന്നത്, അത് നമ്മൾ കാത്തിരുന്ന് കാണണം. എന്ന് വെച്ചാൽ ഈ ആയുഷ്മാൻ ഭാരത് പദ്ധതിയൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ പിറകിലൊക്കെ ഈ ഒബാമ കെയർ പോലത്തെ സംഗതികളൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ വളരെ മനസ്സിലാക്കാം. പിന്നെ വിദ്യാഭ്യാസവും പൊതുജനാരോഗ്യം ഈ 2 സെക്ടറിലേക്കായിട്ട് മാത്രം മാറും. പിന്നെ സ്ട്രാറ്റജിക് മിഷന്റെ ഭാഗമായി ഡിഫൻസ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് റൂൾ അതിന്റെ ഉത്തരവാദിത്തമാണല്ലോ, അവിടെ രാജ്യം പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത്. അതൊക്കെ അതേസമയം ഇന്റേണൽ രാജ്യത്തിനുള്ളിൽ മറ്റേ രാജ്യത്തിന് പുറത്ത് ഡിഫൻസ് എന്ന് പറയുന്ന രാജ്യത്തിന് പുറത്തുള്ളത്, ദാറ്റ് മീൻസ് രാജ്യത്തിന് ചുറ്റുമുള്ളത്. ഇപ്പം നമ്മളാരെങ്കിലും ഡിഫൻസിൽ ഇടപെടാറുണ്ടോ? ഒന്നുമില്ല. ഓക്കെ, അതേസമയം പൊതുജനങ്ങളെ ബാധിക്കുന്നത് ഡിഫൻസ് സ്ഥലത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും പൊതുജനങ്ങളെ ബാധിക്കാറില്ല. അപ്പം എന്താ പറയാ, മിലിറ്ററിയിലേക്ക് തോക്ക് വാങ്ങുന്നതോ അല്ലെങ്കിൽ മെഷീൻ ഗണ്ണ് വാങ്ങുന്നതോ അല്ലെങ്കിൽ എന്താ പറയാ പിന്നെ ഈ എന്തെങ്കിലും രൂപത്തിലുള്ള റോക്കറ്റ് വാങ്ങുന്നു, മിസൈൽ വാങ്ങുന്നു നമ്മൾ എന്ത് ചെയ്യാറില്ല, പലപ്പോഴും ബാധിക്കാറില്ല. അപ്പൊ അതിൽ നമ്മൾ എന്താണ് നോക്കേണ്ടതില്ല. അതേസമയം രാജ്യത്തിനുള്ളിലുള്ള നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളിലാകുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരും. അത് മിക്കവാറും ഗവൺമെന്റ് 1-2 മില്യനായിട്ട് പരിമിതപ്പെടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതുപോലെ പറഞ്ഞത് മാത്രമാണ് കേട്ടോ. അപ്പം ജോയിന്റ് വെഞ്ചർ ആണ്. ജോയിന്റ് വെഞ്ചർ ഉണ്ടാവുമ്പോൾ ഇനി ചിലപ്പോൾ നിങ്ങൾ ചില ടെക്സ്റ്റ് ബുക്കിലൊക്കെ കാണാം ജോയിന്റ് വെഞ്ചറും കണ്ടിട്ടുണ്ടാവും, സ്ട്രാറ്റജിക് അലയൻസും തമ്മിൽ കണ്ടിട്ടുണ്ടാവും. എന്തെങ്കിലും തമ്മിൽ ഡിഫറൻസസ്, സ്ട്രാറ്റജിക് അലയൻസും ജോയിന്റ് വെഞ്ചറും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസസ് എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഡിഫറൻസസ് ജോയിന്റ് വെഞ്ചറും സ്ട്രാറ്റജിക് അലയൻസും ഓക്കെ കേൾക്കുമ്പോൾ രണ്ടുപോലെ ശ്രദ്ധിക്കേണ്ടത്, ജോയിന്റ് വെഞ്ചർ എന്താണെന്ന് മനസ്സിലാക്കുന്നത് ഒരു സ്വദേശി കമ്പനിയും ഒരു വിദേശ കമ്പനിയും അവർ രണ്ടാളും കൂടി ജോയിന്റ് ആയിട്ട് സ്വദേശ കമ്പനിയുടെ സ്ഥലത്ത് എന്ത് ചെയ്യാം, ബിസിനസ് ചെയ്യാം കേട്ടോ. അപ്പൊ വിദേശ കമ്പനിക്കും കൂടി മറ്റു രാജ്യത്ത് കിട്ടുന്നു ഒരു ആക്സസ് കിട്ടുന്നു. മറ്റു രാജ്യത്ത് എന്ത് കിട്ടുന്നു? ഒരു ആക്സസ് കിട്ടുന്നു. ഇപ്പൊ വിദേശ കമ്പനി പറ്റി മറ്റുള്ള ആ നാട്ടിലെ ആൾക്കാർ കൂടി അറിയുന്നു. ഉൽപ്പന്നത്തിന് നല്ല സ്വീകാര്യത കിട്ടുന്നു. എന്നുവെച്ചാല് വിദേശ കമ്പനിയെ സംബന്ധിച്ചിട്ട് അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിട്ടോ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടോ ഗവൺമെന്റ് സംബന്ധിച്ചിട്ടോ വലിയ ധാരണ ഉണ്ടാവില്ല. ആ പ്രോബ്ലംസ് ഒക്കെ ആര് സോൾവ് ചെയ്തോളൂ? കമ്പനി സോൾവ് ചെയ്തോളൂ. ഇനി സ്ട്രാറ്റജിക് അലയൻസ് എന്ന് വെച്ചാൽ ഒരു പരിധി കണക്ക് പറയുകയാണെങ്കിൽ ജോയിന്റ് വെഞ്ചർ തന്നെയാണ്. സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറയുന്നത് ഒരു തലത്തിൽ പറയുകയാണെങ്കിൽ ഏത് തന്നെയാണ്
പിന്നെ ജോയിന്റ് വെഞ്ചർ തന്നെയാണ്. പക്ഷെ ഇതിന്റെ വ്യത്യാസം എന്ന് വെച്ചാൽ സ്ട്രാറ്റജിക് അലയൻസ് ആണ് അല്ലെ. മലയാളത്തിലാണെങ്കിൽ എന്താ പറയാ, തന്ത്രപരമായ എന്താ പറയാ സഖ്യം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെ. യെസ്. അപ്പോൾ പിന്നെ സ്ട്രാറ്റജിക് അലയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയുള്ളൂ. ചില കമ്പനികൾ ചില രാജ്യങ്ങളിൽ ചേക്കേറാൻ ബുദ്ധിമുട്ടുണ്ടാവും. കമ്പനികൾക്ക് ചില രാജ്യങ്ങളിൽ ചേക്കേറാൻ എന്തുണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മളുമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്ന കമ്പനികളെ നമ്മൾ എന്ത് ചെയ്യും, കണ്ടെത്തും.